21,19,898 രൂപ. ഇതേതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയുടെ ചെലവല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ വിമാനയാത്രാ ചെലവിനത്തിൽ 2024 ഒക്ടോബർ മാസം വരെ സർക്കാരിൽ നിന്നും കൈപ്പറ്റിയ തുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് യാത്രാ ചെലവിനത്തിൽ സർക്കാരിൽ നിന്നും പണം കൈപ്പറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ലെങ്കിലും സർക്കാർ നടത്തുന്ന ഏതൊരു ചെലവിനെയും വിമർശിക്കുകയും ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് നിരന്തരം ആരോപിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്രീ വി.ഡി. സതീശൻ. CPM PR കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. ക്യാപ്സൂള് കൊടുക്കാൻ ക്യാപ്സൂളിൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ കാരണങ്ങൾ വിതരണം നടത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മാവേലി സ്റ്റോറി സാധനം വരില്ല, ആശുപത്രിയിൽ മരുന്നും വരില്ല, KSRTC ബസ് ഓടുകയില്ല. ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ രൂക്ഷമാണ്, വളരെ രൂക്ഷം. 5 നയാ പൈസ കയ്യിലില്ല, നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും തയ്യാറാവുന്നില്ല. രൂക്ഷമാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവാണ് 21 ലക്ഷത്തിലധികം രൂപ വിമാനയാത്രാ ചെലവായി മാത്രം സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതേ കാലയളവിൽ യാത്രാബത്തയായി 35,08,812 രൂപ വി.ഡി. സതീശൻ കൈപ്പറ്റിയിട്ടുണ്ട്. അതിന് പുറമെയാണ് 21 ലക്ഷത്തിലധികം രൂപ വിമാനയാത്രാ ചെലവായി മാത്രം വാങ്ങിയിരിക്കുന്നത്. ഈ നമ്പറുകൾ വെറുതെ പറയുന്നതല്ല. വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. കേരള സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെലവാക്കുന്ന തുകകൾ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും യാത്രാ ചെലവുകൾ, ലോക കേരള സഭ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്, നവകേരള സദസ് പോലെയുള്ള വിവിധ സർക്കാർ പദ്ധതികൾക്കും പരിപാടികൾക്കും ചെലവായ തുകകൾ എന്നിവ സംബന്ധിച്ചൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് ശ്രീ വി.ഡി. സതീശൻ. നിയമസഭയിലും പുറത്തും ദൂർത്തെന്നും തട്ടിപ്പെന്നുമൊക്കെയുള്ള തരത്തിലാണ് സർക്കാരിന്റെ ചെലവുകളെ ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് വി.ഡി. സതീശന്റെ വിമാനയാത്രാ ചെലവുകളിലേക്ക് തന്നെ വരാം. പ്രതിപക്ഷ നേതാവിന്റെ കണ്ണുകളിലൂടെ തന്നെ ഈ ചെലവിനെ നമുക്ക് വിലയിരുത്താം. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള യാത്രകൾക്കായി ഈ തുക വിനിയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാബിനറ്റ് റാങ്കുള്ള പദവി ആയതിനാൽ തന്നെ ഈ യാത്രയ്ക്കുള്ള ചിലവും വി.ഡി. സതീശന് സർക്കാർ ഫണ്ടിൽ നിന്നും ലഭിച്ചു. ഈ യാത്രകൾ കൊണ്ട് സർക്കാരിന് എന്ത് ഗുണമുണ്ടായി? ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും യാത്രകൾ വരെ ചെലവിന്റെ പേരിൽ നിശിതമായി വിമർശിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിമാനയാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യാതൊരു തരത്തിലുമുള്ള ഭരണപരമായ ചുമതലകളില്ലാത്ത ഒരു പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് വിമാനയാത്രക്കായി ഇത്രയും വലിയ തുക ചെലവാക്കിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? 600 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രദേശത്തെ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. 4 വിമാനത്താവളങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. തെക്കേ അറ്റത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വടക്കേ അറ്റത്തെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് റോഡ് മാർഗമുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ മാത്രമാണ്. കേരളത്തിൽ തെക്ക് വടക്ക് സഞ്ചരിക്കാൻ അതിവേഗ റെയിൽപാത പോലും ആവശ്യമില്ലെന്നും 2 വന്ദേ ഭാരത് പോലെയുള്ള തീവണ്ടികൾ മതിയെന്നും വരെ പറയുന്ന വി.ഡി. സതീശന് കേരളത്തിൽ സഞ്ചരിക്കാൻ ഫ്ലൈറ്റിന്റെ ആവശ്യം തന്നെ ഉണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. മന്ത്രിമാർക്ക് വകുപ്പ് തല അവലോകനങ്ങൾക്കും അതുപോലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി ഡൽഹിയിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഒക്കെ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ പരിപാടികൾക്കും പാർട്ടി യോഗങ്ങൾക്കും വേണ്ടിയാണ് പ്രധാനമായും യാത്ര ചെയ്യുന്നത്. ഇതിന് പൊതുപണം ഉപയോഗിക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തിനോ ഇവിടെയുള്ള ജനങ്ങൾക്കോ എന്താണ് നേട്ടം? സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അത് ലഭിക്കാത്തത് സംബന്ധിച്ച് സംസ്ഥാനം നിരന്തരം ആശങ്ക ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ വയനാട് ദുരന്തം പോലെയുള്ള സാഹചര്യങ്ങൾക്കും കേന്ദ്രം പണം അനുവദിച്ചിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. ഇത് വാങ്ങിയെടുക്കുന്നതിനോ മറ്റോ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും അതുപോലെ കേന്ദ്രമന്ത്രിമാരെ കാണാനും അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി ഡൽഹിയിലോ മറ്റോ സമരം ചെയ്യാനും ഒക്കെയുള്ള ആവശ്യങ്ങൾക്കായി ഡൽഹിയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയതായൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അതായത് വി.ഡി. സതീശന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ച പെറ്റുകിടക്കുന്ന സംസ്ഥാന ഖജനാവിൽ നിന്നും 21 ലക്ഷത്തിലധികം രൂപ വി.ഡി. സതീശൻ ചെലവാക്കിയത് സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനു വേണ്ടിയുമല്ല. സംസ്ഥാനത്തെ പൊതുവിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്ക് വീട് വെക്കാനായി ലൈഫ് പദ്ധതിയിൽ നിന്നും 4 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. സതീശൻ വിമാനയാത്രാ കൂലി ഇനത്തിൽ ചെലവാക്കിയ തുക കൊണ്ട്
ചുരുങ്ങിയത് ഒരു 5 വീടുകളെങ്കിലും സർക്കാരിന് അനുവദിക്കാൻ കഴിയും. നേരത്തെ മന്ത്രിമാരുടെ മെഡിക്കൽ ചെലവുകൾ വരെ പരിഹസിച്ച VD സതീശനും കൂട്ടരും വിമാനയാത്രാ ചെലവിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകകൾ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ VD സതീശൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഏത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണിത് എന്നതാണ് സതീശന്റെ സ്ഥിരം ചോദ്യം. എന്തായാലും VD സതീശന്റെ വിമാനയാത്രാ ചെലവ് സംബന്ധിച്ച് ആർക്കും ഏത് കോൺഗ്രസ് രാഷ്ട്രീയമാണിത് എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല. ചോദിക്കുന്നവർ ചമ്മിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ തുക സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല.